കേരളത്തിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാഠപുസ്തക വിതരണ പ്രതിസന്ധി തുടരുന്നു. പേപ്പർ ക്ഷാമം മൂലം പുസ്തകങ്ങളുടെ അച്ചടിയും ബൈൻഡിങ്ങും തടസ്സപ്പെട്ടതോടെ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ഒന്നാം വാല്യം പുസ്തകങ്ങൾ പോലും പൂർണ്ണമായി ലഭിക്കില്ല. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയുടെ കെടുകാര്യസ്ഥതയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് NTUവിന്റെ കുറ്റപ്പെടുത്തൽ. ജ്യോതിഷ് ജനാർദ്ദനിലേക്ക് പോകുന്നു. ജ്യോതിഷ്, ഇനി സ്കൂൾ തുറക്കാൻ ഒരു മാസം തികച്ചില്ല, എന്തിന് 20 ദിവസം ഉണ്ടാകുമല്ലോ. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാഠപുസ്തക വിതരണമൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നേരത്തെ ശിവൻകുട്ടി പറഞ്ഞത് സ്കൂൾ തുറക്കുന്നതിന് ഒരു മാസം മുൻപേ പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്നുള്ളതാണ്. അതെ ശാലിനി, ഇവിടെ ജ്യോതിഷ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന വിഷയം, സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ കേരളം വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. SFI അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വരും. പാഠപുസ്തകം ലഭിക്കാനില്ല, സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭത്തോടുകൂടി 10 വർഷം അനങ്ങാതിരുന്ന SFI റോഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ തുടർഭരണം ഉണ്ടായിരുന്നെങ്കിൽ വി ശിവൻകുട്ടി തന്നെ മന്ത്രിയാകുമായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ഉദ്യോഗസ്ഥർ, അതായത് CPM അനുകൂല സംഘടനകളൊക്കെ ഇടപെട്ട് വളരെ പെട്ടെന്ന് പുസ്തകങ്ങൾ എത്തിക്കുമായിരുന്നു. ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി CPM അനുകൂല സംഘടനകൾ, ജീവനക്കാർ ഒക്കെ ഉൾവലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് വലിയ തലവേദന തന്നെയായിരിക്കും. അങ്ങനെയല്ലേ ജ്യോതിഷ്? വിനോദ്, രാജി, തീർച്ചയായിട്ടും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഈ പുസ്തക വിതരണം സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി. മന്ത്രിയപ്പൂപ്പൻ ആണ്, കുട്ടികളുടെ മന്ത്രിയപ്പൂപ്പൻ എന്ന സ്വയം വിശേഷിപ്പിച്ച ആളാണ് വി ശിവൻകുട്ടി. അതായത് സ്കൂൾ തുറക്കുന്നതിന് ഒരു മാസം മുൻപേ പുസ്തക വിതരണം പൂർത്തീകരിക്കുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊന്നും പ്രാവർത്തികമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പുസ്തകങ്ങളെല്ലാം അടിച്ചു കഴിഞ്ഞു, ഉള്ളടക്കമെല്ലാം അടിച്ചു കഴിഞ്ഞു, എന്നാൽ പുറംചട്ടയില്ലാതെ നമുക്കൊരു പുസ്തകം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ KBPSൽ ഇപ്പോൾ പുസ്തകം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പുറംചട്ട ഇല്ലാത്തതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള പേപ്പർ KBPSന് സർക്കാർ കൊടുത്തിട്ടില്ല എന്നതാണ് KBPS ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കാരണം ഈ സർക്കാരാണിപ്പോൾ പുസ്തകം അച്ചടിക്കുന്നതിനുള്ള പേപ്പറും കാര്യങ്ങളും പുറംചട്ടയ്ക്കുള്ള ഗുണമേന്മയുള്ള പേപ്പറെല്ലാം സർക്കാരാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ഈ KBPS സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളതാണ്, പേപ്പറിൻ്റെ ക്ഷാമമുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് പറഞ്ഞതാണ്. എന്നാൽ അതൊന്നും അലംഭാവമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് അറിയാം, ഇനിയിപ്പോൾ ഏതാനും വിനോദ് പറഞ്ഞ പോലെ തന്നെ 20 ദിവസം കൂടി ഉള്ളൂ. ഈ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് KBPS തന്നെ പറഞ്ഞിട്ട് മാത്രവുമല്ല, ഇനി 2 മാസം കൂടി, അതായത് ഓണം അവധി കൂടെ കഴിയുമ്പോഴത്തേന് മാത്രമേ പുസ്തകം ആദ്യ വാല്യം തന്നെ അച്ചടി പൂർത്തീകരിച്ച് വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ. കാരണം അത്രത്തോളം വലിയ അലംഭാവമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ പുതിയ സർക്കാർ അധികാരം ഏൽക്കാത്തൊരു സാഹചര്യത്തിൽ വീണ്ടും കുട്ടികളുടെ കാര്യത്തിൽ പ്രതിസന്ധിയാകുകയാണ്. പുസ്തകമില്ലാതെ എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അധ്യാപകരടക്കം ചോദിക്കുന്നത്. അതിനെതിരെ ആണ് ഇപ്പോൾ അധ്യാപക സംഘടനകൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. വിനോദ്, അതെ, തീർച്ചയായും വിജിൻ ബാലകൃഷ്ണനെ പോലുള്ള പ്രേക്ഷകർ ചോദിക്കുന്നത് ബുക്ക് ആക്കിയാൽ പോരെ എന്നുള്ളതാണ്. ബുക്ക് ആക്കണമെങ്കിൽ കേരളത്തിൻ്റെ ഒരു നായകൻ വേണ്ടേ, ഒരു മുഖ്യമന്ത്രി വേണ്ടേ, ഒരു വിദ്യാഭ്യാസ മന്ത്രി വേണ്ടേ? ഇതൊന്നും തീരുമാനമാകുന്നില്ലല്ലോ, അല്ലേ? ബുക്ക് അതെ, എന്തായാലും അവർക്ക് അവരുടെ ഭാവി തന്നെ അനിശ്ചിതത്തിലായതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായും.